എല്ലാവർക്കും നമസ്കാരം. ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു മാങ്ങ അച്ചാറാണ്. ചെത്തുമാങ്ങ അച്ചാർ. ഞങ്ങൾ തൃശ്ശൂർ ജില്ലക്കാർ അച്ചാർ തയ്യാറാക്കുന്ന ഒരു രീതിയാണ് ഇവിടെ കാണിക്കുന്നത്. അതിനായി 1/2 കിലോ മാങ്ങ എടുക്കുക. ഏതാണ്ട് 3 മാങ്ങയോളം ഉണ്ടാകും. അത് ഇതുപോലെ ചെത്തി എടുക്കുക. വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന അച്ചാറാണിത്. ഇങ്ങനെ ചെത്തിയെടുത്ത മാങ്ങയിലേക്ക് 1 സ്പൂൺ കല്ലുപ്പ് ചേർക്കുക. ഞാൻ കൂടുതലായും കല്ലുപ്പാണ് ഉപയോഗിക്കുന്നത്. അതാണ് കല്ലുപ്പ് ചേർക്കുന്നത്. കല്ലുപ്പ് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് മാങ്ങ അവിടെ വയ്ക്കുക. അതിനുശേഷം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 1 പച്ചമുളക്, 1 തണ്ട് കറിവേപ്പില എന്നിവ നല്ലതുപോലെ അരച്ചെടുക്കുക. നല്ലതുപോലെ ചതച്ചെടുത്താലും മതി. ഇനി ഒരു ചട്ടി അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 2 സ്പൂൺ നല്ലെണ്ണ, അതായത് എള്ളെണ്ണ, 2 സ്പൂൺ വെളിച്ചെണ്ണ എന്നിവ ചേർക്കുക. എണ്ണയുടെ അളവ് ഒരല്പം കൂടിയാലും കുഴപ്പമൊന്നുമില്ല. എണ്ണകൾ ചൂടായി വരുമ്പോൾ അതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഇഞ്ചി, പച്ചമുളക്, വേപ്പില മിശ്രിതം ചേർത്ത് ഇളക്കുക. ഇത് ചേർക്കുമ്പോൾ പതഞ്ഞു വരുന്നതാണ്, പക്ഷേ അത് പതയെല്ലാം വറ്റിപ്പോകുന്നതാണ്. മൂത്ത് വരുന്നുണ്ട്. തീ സിമ്മിലിടാൻ പ്രത്യേകം ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. തീ സിമ്മിലിട്ട് മൂത്ത് വരുമ്പോൾ തീ ഓഫ് ചെയ്യുക. അതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി, ഒരല്പം മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ചേർത്താൽ മതി, ഓപ്ഷനാണ്. 1/2 ടീസ്പൂൺ ഉലുവ പൊടിച്ചത്, 1/4 ടീസ്പൂൺ കായം എന്നിവ ചേർത്ത് മിക്സ് ചെയ്ത് അതിലേക്ക് മാങ്ങ കഷ്ണങ്ങൾ ചേർത്ത് ഇളക്കുക. നല്ലതുപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ മാങ്ങ അച്ചാർ റെഡിയാകുന്നതാണ്. വളരെ ടേസ്റ്റിയാണ്. പിറ്റേ ദിവസം കഴിക്കാനാണ് കൂടുതൽ ടേസ്റ്റ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.